ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വികസനവും അന്തർ സംസ്ഥാന വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ചെന്നൈയിൽ വിളിച്ചു ചേർത്ത ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ ഉന്നതതല സമ്മേളനത്തിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് തർക്കത്തിൽ വിപ്ലവകരമായ നിലപാടുമായി കേരള സർക്കാർ. 130 വർഷത്തിലേറെ പഴക്കമുള്ള നിലവിലെ മുല്ലപ്പെരിയാർ ഡാമിന് പകരം പുതിയൊരു ഡാം നിർമ്മിക്കണമെന്ന ആവശ്യം കേരള മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചതോടൊപ്പം നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ ചെലവും കേരളം തനിയെ വഹിക്കാമെന്നും പുതിയ അണക്കെട്ട് എവിടെ നിർമ്മിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം തമിഴ്നാട് സർക്കാരിന് വിട്ടു നൽകാമെന്നും ഔദ്യോഗികമായി വാഗ്ദാനം ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഈ നിർണായക യോഗത്തിൽ സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും പങ്കെടുത്തു. തമിഴ്നാടിന് ആവശ്യത്തിന് വെള്ളം, കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ എന്ന സുപ്രധാന തത്വത്തിലൂടെയാണ് കേരളം ഈ വിട്ടുവീഴ്ചയില്ലാത്തതും വിശാലവുമായ വാഗ്ദാനം മുന്നോട്ട് വെച്ചത്. പുതിയ ഡാം നിർമ്മിച്ചാലും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവിൽ യാതൊരു കുറവും വരുത്തില്ലെന്നും താഴെത്തട്ടിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും കേരളം വ്യക്തമാക്കി. എന്നാൽ കേരളത്തിന്റെ ഈ പുതിയ നിർദ്ദേശത്തോടും സുരക്ഷാ ആശങ്കകളോടും തണുപ്പൻ പ്രതികരണങ്ങളാണ് തമിഴ്നാട് സ്വീകരിച്ചത്. അണക്കെട്ടിന്റെ ബലത്തെ ചൊല്ലി ആശങ്കപ്പെടേണ്ടതില്ലെന്നും തങ്ങളുടെ തെക്കൻ ജില്ലകളിലെ കാർഷിക ആവശ്യങ്ങൾക്ക് ജലലഭ്യത ഉറപ്പാക്കാൻ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന മുൻ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. 1895 ബ്രിട്ടീഷ് ഭരണകാലത്ത് പണി പൂർത്തിയാക്കിയ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് 1886 ഒപ്പുവെച്ച 999 വർഷത്തെ പാട്ടക്കരാറിന്റെ ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. എന്നാൽ ഭൂകമ്പ സാധ്യതയുള്ള സെയ്സ്മിക് സോണിൽ സ്ഥിതി ചെയ്യുന്നതും ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകളിൽ ലോകത്ത് അപായ സാധ്യതയുള്ള അണക്കെട്ടുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ പഴയ അണക്കെട്ടിന്റെ സുരക്ഷ മുൻനിർത്തി ഇടുക്കി, കോട്ടയം, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിലെ 35 ലക്ഷത്തിലധികം ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. മറുഭാഗത്ത് സുപ്രീം കോടതി വിധികളുടെ വെളിച്ചത്തിൽ തങ്ങൾ നടത്തിയ അറ്റകുറ്റപ്പണികൾ വഴി ഡാമിന് പൂർണ്ണ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്നും പുതിയ ഡാം നിർമ്മിച്ചാൽ തങ്ങളുടെ ജലാവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുമെന്നും തമിഴ്നാട് ഭയക്കുന്നു. മുല്ലപ്പെരിയാറിന് പുറമെ ലോകസഭാ മണ്ഡല പുനർനിർണയം, നീറ്റ് പരീക്ഷാ ഇളവുകൾ, നദീജല സംയോജനം, തീരദേശ ലഹരിക്കടത്ത് തടയൽ തുടങ്ങിയ സുപ്രധാന അന്തർ സംസ്ഥാന വിഷയങ്ങളും ചർച്ചയായ യോഗത്തിൽ 2 അന്തർ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ജലതർക്കത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം വഴി അടിയന്തരമായി ഇടപെടണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉറപ്പു നൽകിയിട്ടുണ്ട്. പരിസ്ഥിതി ആഘാത പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ കേരള സർക്കാർ.